நல்லா பழுத்து வச்சிரு பல 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 பலன்னு பல 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 நல்லா பழுத்து வச்சிரு பல 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 പല പല ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ എല്ലാവരും ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. നമ്മുടെ ഒരു നമ്മുടെ സ്പാർക്കിൻ്റെ ഡ്രോണിനെ കുറിച്ചുള്ള ഇന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സാധനം കിട്ടിയത് കൊണ്ട് മാത്രം നമ്മൾ ജസ്റ്റ് റിവ്യൂ അതിൽ കിട്ടിയത് കൊണ്ട് നമ്മൾ ചെയ്യുവാണ്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാരുമൂട്ടിലാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഈ ഡ്രോൺ തന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമും അതിൻ്റെ അക്സസറീസും ഒക്കെ റെൻറ്റിന് കൊടുക്കുന്ന ടീംസാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ഷൂട്ടിനായാലും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് റെൻറ്റിന് സാധനങ്ങളും നല്ല കിട്ടുന്ന സാധനങ്ങളും കൊടുക്കുന്നവരാണ്. അപ്പോൾ ഇമാജിൻ ഫോട്ടോ ലാബ് എന്നാണ് റെൻറ്റലിൻ്റെ പേര്. അപ്പം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ കയറി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പം ഇത്തിരി പറയുന്നില്ല, കറക്റ്റ് വീഡിയോയിലേക്ക് പോയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഒരു ഡ്രോണിൻ്റെ റിവ്യൂവും കാര്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രോണിനെ പറ്റി ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതൊരു നല്ലൊരു ബോക്സിങ്ങിലാണ് വന്നിരിക്കുന്നത്, ഒരു ബ്ലാക്ക് കളർ ബോക്സിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ അത്യാവശ്യം നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ എൻ്റെ ലീഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ അത് എക്സ്ട്രാ ആയിട്ടുള്ള 2 ലീഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 സൈഡിലായിട്ടും അതിൻ്റെ കോഡ് വയർ കൊടുക്കാനുള്ള ഇതാണ്. അപ്പോൾ ഈ ഒരു സാധനമാണ് അതിൻ്റെ ലീഫ്, എക്സ്ട്രാ അവർ തരുന്ന ലീഫാണിത്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലീഫിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അഡീഷണലായിട്ട് വെക്കാനുള്ളൊരു ലീഫ് അവർ തന്നെ തരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഇതാണ് കേസാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അതിൽ 2 പവർ കോഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒന്ന് പവർ ചാർജ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെയാണ് ഈ 2 പവർ കോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അയാൾ 2 സ്പേസ് അപ്പുറത്തും നല്ല കിടലായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബോക്സിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് അതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ റിമോട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഒരു കയ്യിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ റിമോട്ടിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആൻറ്റിനയുടെ റേഡിയസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു റേഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ അടുത്തതിൻ്റെ അത് വരുന്ന ഡ്രോണിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളും ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അത് വൈറ്റ് കളറിലാണ് വൈറ്റ് കളറിൻ്റെ വേരിയൻ്റാണ് ഞങ്ങൾ ചൂസ് ചെയ്ത്. പിന്നെ അടുത്ത ഇതിനകത്ത് പറയാനുള്ള മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ സെൻസസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗ്രൗണ്ട് സെൻസസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് മൊത്തം സെൻസസിൻ്റെ ഫ്രണ്ടിലും സെൻസേഴ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ അതിനകത്ത് വരുന്ന ക്യാമറ ഏതെന്ന് വെച്ചാൽ ഇതിൻ്റെ അത് ഇൻബിൽഡായിട്ട് തന്നെ ഇതിൻ്റെ അത് ഗിംബിൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു കിടലും സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. പിന്നെ അതിൻ്റെ അത് ഫുൾ സെൻസേഴ്സാണ്. ഇതിൻ്റെ അത് പിന്നെ നമ്മൾ ഗസ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഹാൻഡ് വെച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യാനും അങ്ങനത്തെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലീഫ് നമ്മൾ ഫുൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇങ്ങനത്തെ ഒരു ലുക്കിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഒരു കാര്യം പറയണത് ഇതിൻ്റെ അത് തീരെ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഡ്രോണിൻ്റെ ഒക്കെ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഡ്രോണും കാര്യങ്ങളൊക്കെ. അതിന് അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ തന്നെ ഇത് ഫ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ പവർ ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ 2 ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഒരു സൗണ്ട് ഉണ്ട്, പക്ഷേ നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഒരു സൗണ്ട് നമ്മൾ മ്യൂട്ട് ചെയ്തിരുന്നു. ഓക്കെ, കണ്ടോ, ഇത് എങ്ങനെ ഫ്ലോ ചെയ്താലും അതിൻ്റെ ക്യാമറ നല്ല കറക്റ്റായിട്ട് സ്റ്റെബിലൈസ് ആയി നിൽക്കുന്നത്. കാരണം അതായത് ഇൻബിൽഡായിട്ട് തന്നെ ഒരു ഗിംബിൾ വരുന്നതുകൊണ്ടാണ് ആ ക്യാമറ അങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് നല്ല ഫുട്ടേജും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റെബിലൈസേഷൻ ആയിരിക്കും. പിന്നെ അതിരുന്ന ഫുട്ടേജ് നമ്മൾ കാണിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടൊരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡ്രോണിന് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതിൻ്റെ ലുക്ക് നിങ്ങൾ നോക്കിയാൽ മതി. വൈറ്റ് കളറാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്, കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് അതായത് ഇത് യൂസ് ചെയ്യുന്നതിനും ഒരു ഇതുണ്ട് കേട്ടോ. ഇത് ഫ്ലൈ ചെയ്യാനും ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ചുമ്മാ പറത്തുമല്ല എല്ലാവരും വിചാരിക്കുന്ന പോലെ. ഇനി കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പാലിച്ചാണ് ഇത് നമ്മൾ ഫ്ലൈ ചെയ്യാൻ. ഞങ്ങൾ രണ്ടും അല്ല ഇത് ഫ്ലൈ ചെയ്ത്, ഇതിൻ്റെ ഓൺലൈനാണ് ഇത് ഫ്ലൈ ചെയ്യിച്ച് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ ഇത് യൂസ് ചെയ്ത് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ജെന്യൂനായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിൽ വാങ്ങിച്ച് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. പ്രത്യേകിച്ച് ഈ ട്രാവൽ വ്ളോഗും ട്രാവലൊക്കെ ചെയ്യുന്ന ഈ റൈഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, അത് വ്ളോഗ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു ഡ്രോണ് DJയുടെ. പിന്നെ അതുപോലെ തന്നെ റിമോട്ടിൻ്റെ കേസ് വരുവാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് മൊബൈൽ വെച്ചാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. മൊബൈൽ വെച്ച് കൺട്രോൾ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ പവർ കോഡ് ഉണ്ടല്ലോ, ആ കോഡ് ഇതുപോലെ മൊബൈൽ കണക്ട് ചെയ്തിട്ട് ഇതുപോലെ വെക്കാനായിട്ട് 2 സ്റ്റാൻഡ് പോലൊരു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് അതിലോട്ട് മൊബൈൽ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ നമുക്ക് ഡിസ്പ്ലേ കിട്ടും. കാരണം മൊബൈലിൻ്റെ
നമ്മൾ ഇത് ഫ്ലൈ ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതായത് ഡ്രോണിൽ എടുക്കുന്ന ഫുട്ടേജും കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈലിൽ അറ്റ് എ ടൈം കിട്ടുന്നതാണ്. അത് പ്രിവ്യൂ പോലെ ഒരു നോർമൽ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു അന്നേരം റെക്കോർഡ് ചെയ്യുന്ന സാധനം നമുക്ക് ഇതിൻ്റെ അകത്തൊരു കുറച്ച് ചെറിയ ക്വാളിറ്റിയിൽ നമുക്ക് ഫോൺ വെച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മെമ്മറി കാർഡ് ഇടാനൊക്കെ പറ്റും. അപ്പോൾ മെമ്മറി കാർഡ് ഇട്ട് നമുക്ക് ഫുട്ടേജ് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നതാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാം കൊണ്ട് നോക്കി ഒരു ഓവറോൾ എല്ലാം കിട്ടുന്ന ഒരു സാധനം തന്നെയാണിത്. ഓക്കെ, നിങ്ങൾക്ക് ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്യിച്ച് കാണിക്കാം. പിന്നെ അതിൻ്റെ കുറച്ച് ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ വാങ്ങിക്കുക. ഓക്കെ, ഇവിടെ പോയി ഇവിടെ ഉണ്ട്. അതിൻ്റെ അകത്തൊന്നും കാണുന്നില്ല. എൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് താത്ത് പിടിച്ചു. അപ്പോൾ വെച്ചാൽ നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൊടുത്താൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ മണിയും കൂടി ഒന്ന് തലപ്പിടിച്ചിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെ, നമ്മളിപ്പം കിട്ടിയത് കൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ തരാം.